ഹലോ നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നോബൽ സമ്മാനങ്ങളെക്കുറിച്ചാണ്. 10ാം തരം പ്രാഥമിക പരീക്ഷ ഏതാനും മാസങ്ങൾക്കകം വരാൻ പോവുകയാണ്. ഡിഗ്രി മെയിൻ പരീക്ഷകളും വരാൻ പോവുകയാണ്. +2 മെയിൻ പരീക്ഷകളും ഈ മാസം ആരംഭിക്കുകയാണ്. അപ്പോൾ ഇത്തരം പരീക്ഷകൾക്ക് ഏത് തരം പരീക്ഷയാണെങ്കിലും അതിൽ കറണ്ട് അഫെയർ എന്നൊരു വിഭാഗത്തിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. ചിലപ്പോൾ അത് 10 മാർക്കാകാം, 15 മാർക്കാകാം, 20 മാർക്കുമാകാം. അത് ഓരോ തസ്തികകൾക്കനുസരിച്ച് ആണ് മാർക്കിൻ്റെ വിതരണം നടന്നിരിക്കുന്നത്. ഇനി ഇതിലേത് പരീക്ഷയാണെങ്കിലും നൊബേൽ സമ്മാനങ്ങളെക്കുറിച്ചുള്ള ചോദ്യം സാധാരണ രീതിയിൽ ഉണ്ടാവാറുണ്ട്. മറ്റ് പ്രസ്താവന ചോദ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി, അല്ലെങ്കിൽ അത്തരം പ്രസ്താവന ചോദ്യങ്ങളൊന്നും തന്നെ നൊബേൽ സമ്മാനങ്ങളെക്കുറിച്ച് ചോദിക്കാറില്ല. എത്രാമത്തെ വർഷം ഊർജ്ജതന്ത്രത്തിൽ അല്ലെങ്കിൽ രസതന്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചത് ആര്, അല്ലെങ്കിൽ 4 പേര് തന്നിട്ടുണ്ട്, ഇതിൽ ആർക്കാണ് ലഭിക്കാത്തത്, എന്ത് കാരണത്തിനാണ് ലഭിച്ചത്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് സാധാരണ രീതിയിൽ ചോദിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സ്വീഡിഷ് ശാസ്ത്രജ്ഞനായ സർ ആൽഫ്രഡ് നോബലിൻ്റെ ഓർമ്മയ്ക്കായാണ് നൊബേൽ പുരസ്കാരങ്ങൾ നൽകുന്നത്. 1901 മുതലാണ് നൊബേൽ പുരസ്കാരങ്ങൾ നൽകുന്നത്. ഊർജ്ജതന്ത്രം, രസതന്ത്രം, വൈദ്യശാസ്ത്രം, സാഹിത്യം, സമാധാനം, സാമ്പത്തിക ശാസ്ത്രം എന്നിങ്ങനെയുള്ള 6 വിഭാഗങ്ങളിലായാണ് നൊബേൽ പുരസ്കാരങ്ങൾ നൽകുക. നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ 2021 നൊബേൽ പുരസ്കാരങ്ങളെയാണ് കൂടുതലായി ശ്രദ്ധിക്കുന്നത്. 2020 നോബൽ പ്രൈസുകളും പറയുന്നുണ്ട്. സാധാരണ രീതിയിൽ ഇപ്രാവശ്യം പരീക്ഷയ്ക്ക് വരാൻ കൂടുതൽ സാധ്യതയുള്ളത് 2021 നോബൽ പ്രൈസസ് തന്നെയാണ്. 2020 നോബൽ പ്രൈസസും ആർക്കൊക്കെയാണ്, എന്തിനൊക്കെയാണ് കിട്ടിയത് എന്നുള്ള കാര്യങ്ങളും ഒന്ന് ഓർത്തു വയ്ക്കുന്നത് നന്നായിരിക്കും. ഈയൊരു ടോപ്പിക്കിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ പല പേരുകളും നമുക്ക് വായിൽ കൊള്ളാത്ത പേരുകളായിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഓർത്ത് വയ്ക്കുക എന്നുള്ളത് എളുപ്പമല്ല. ആവർത്തിച്ച് വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അധികം എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ എന്തെങ്കിലും കോഡ് ഭാഷകളൊക്കെ ഉണ്ടാക്കി പഠിക്കുക. എന്തായാലും അത്തരം കോഡ് ഭാഷകൾ നമ്മൾ ഈ വീഡിയോ വഴി തരുന്നില്ല. കാരണം അത് ഓരോരുത്തർക്കും അവരെ എളുപ്പത്തിന് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് അവരവർ ഉണ്ടാക്കുകയാണ് കുറച്ചും കൂടി നല്ലത്. അങ്ങനെയും പഠിക്കാം. നമുക്ക് ആ ഓപ്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒരാളുടെ പേരിൻ്റെ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗം വെച്ചിട്ടൊക്കെ എന്തെങ്കിലും കോഡുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും ഓർമ്മയിൽ വെച്ചിരിക്കാൻ. ഓക്കെ, അതിനുള്ള മാർഗ്ഗങ്ങൾ സ്വയം കണ്ടെത്തുക. എന്തായാലും നമുക്ക് നോക്കാം. 2021 നോബൽ സമ്മാനങ്ങളെക്കുറിച്ചാണ് ആദ്യമായി നോക്കുന്നത്. ഊർജ്ജതന്ത്രത്തിലെ നൊബേൽ സമ്മാനം ആർക്കൊക്കെയാണ് ലഭിച്ചത്? ഇത് സാധാരണ രീതിയിൽ ഫിസിക്സിലെ നോബൽ സമ്മാനങ്ങൾ എന്ന രീതിയിലും വരാറുണ്ട്. ഫിസിക്സ് തന്നെയാണ് ഊർജ്ജതന്ത്രം. അപ്പോൾ ചോദ്യത്തെ ശ്രദ്ധിക്കണം. ഊർജ്ജതന്ത്രത്തിലായാലും ഫിസിക്സിലായാലും നോബൽ സമ്മാനങ്ങൾ ലഭിച്ച വ്യക്തികൾ ഒരേ ആൾക്കാർ തന്നെയാണ്. ആദ്യത്തെ വ്യക്തി സിക്കൂറോ മനാബെ. സ്ക്രീനിൽ പേരുകൾ കാണുന്നുണ്ട്, ശ്രദ്ധിക്കുക. സിക്കൂറോ മനാബെ, ക്ലോസ് ഹാസൽമാൻ, ജോർജിയോ പരീസി. ഇങ്ങനെയുള്ള 3 പേർക്കാണ് 2021 ഊർജ്ജതന്ത്രത്തിനുള്ള നോബൽ സമ്മാനങ്ങൾ ലഭിച്ചത്. ആരൊക്കെയാണെന്നൊരു നോക്കാം. സിക്കൂറോ മനാബെ, ക്ലോസ് ഹാസൽമാൻ, ജോർജിയോ പരീസി. ഇനി ഇതിൽ സിക്കൂറോ മനാബെ, ക്ലോസ് ഹാസൽമാൻ എന്നിവർക്ക് ആഗോളതാപനം സംബന്ധിച്ച കണ്ടെത്തലിനാണ് നൊബേൽ സമ്മാനം ലഭിച്ചത്. ജോർജിയോ പരീസിക്ക് പല വലുപ്പത്തിലുള്ള ഭൗതിക സംവിധാനങ്ങളിലെ ക്രമരാഹിത്യവും ചാഞ്ചാട്ടവും തമ്മിലുള്ള പാരസ്പര്യം കണ്ടെത്തിയതിനാണ് ജോർജിയോ പരീസിക്ക് ഊർജ്ജതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. അപ്പോൾ ഇത് 2 ശ്രദ്ധിക്കണം. ആദ്യത്തെ 2 പേര്, അതായത് സിക്കൂറോ മനാബെ, ക്ലോസ് ഹാസൽമാൻ എന്നിവർ ആഗോളതാപനം സംബന്ധിച്ച കണ്ടെത്തലിനും ജോർജിയോ പരീസിക്ക് പല വലുപ്പത്തിലുള്ള ഭൗതിക സംവിധാനങ്ങളിലെ ക്രമരാഹിത്യവും ചാഞ്ചാട്ടവും തമ്മിലുള്ള പാരസ്പര്യം കണ്ടെത്തിയതിന്. ഓക്കെ, അപ്പോൾ ഫിസിക്സിലെ നോബൽ സമ്മാനങ്ങൾ കഴിഞ്ഞു.
അടുത്തത് കെമിസ്ട്രിയിലെ നോബൽ സമ്മാനം 2021 ആർക്കാണ് ലഭിച്ചത്? രസതന്ത്രത്തിലെ നോബൽ സമ്മാനം എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ്. 2 പേർക്കാണ് ലഭിച്ചത്. ബെഞ്ചമിൻ ലിസ്റ്റ്, ഡേവിഡ് മക്മില്ലൻ. ആരൊക്കെയാണ്? ബെഞ്ചമിൻ ലിസ്റ്റ്, ഡേവിഡ് മക്മില്ലൻ. ഇവർക്ക് ലഭിച്ചത് അസിമെട്രിക് ഓർഗാനോ കാറ്റാലിസിസ് എന്ന് പറയുന്ന ഒരു ഭാഗം വികസിപ്പിച്ചതിനാണ്. എന്ത് വികസിപ്പിച്ചതിനാണ്? അസിമെട്രിക് ഓർഗാനോ കാറ്റാലിസിസ് വികസിപ്പിച്ചതിനാണ് ബെഞ്ചമിൻ ലിസ്റ്റിനും ഡേവിഡ് മക്മില്ലനും രസതന്ത്രത്തിനുള്ള 2021 നൊബേൽ സമ്മാനം ലഭിച്ചത്. അടുത്തത് വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനമാണ്. ഫിസിയോളജിക്കുള്ള നൊബേൽ സമ്മാനം എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ്. ആർക്കൊക്കെയാണ് ലഭിച്ചത്? ഡേവിഡ് ജൂലിയസ്, ആർഡം പാറ്റപൗട്ടിയൻ എന്നിവർക്കാണ് വൈദ്യശാസ്ത്രത്തിൻ്റെ നൊബേൽ സമ്മാനം ലഭിച്ചത്. ഡേവിഡ് ജൂലിയസും ആർഡം പാറ്റപൗട്ടിയൻ. ശരീരോഷ്മാവ്, സ്പർശം എന്നിവ സംബന്ധിക്കുന്ന നാഡീവ്യൂഹത്തിൻ്റെ കണ്ടെത്തലിനാണ് ഈ പറഞ്ഞ 2 പേർക്ക്, ഡേവിഡ് ജൂലിയസിനും ആർഡം പാറ്റപൗട്ടിയനും, വൈദ്യശാസ്ത്രത്തിലെ നൊബേൽ സമ്മാനം 2021 ലഭിച്ചത്. ഇനി അടുത്തത് സാഹിത്യത്തിലെ നൊബേൽ സമ്മാനം ആർക്കാണ് ലഭിച്ചത്? ലിറ്ററേച്ചറിലെന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ്. അപ്പോൾ സാഹിത്യത്തിലെ 2021 നൊബേൽ സമ്മാനം അബ്ദുൾ റസാഖ് ഗുർണയ്ക്കാണ് ലഭിച്ചത്. ആർക്കാണ്? അബ്ദുൾ റസാഖ് ഗുർണ. അടുത്തത് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനമാണ്. സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് മരിയ റസേ, ദിമിത്രി മുറട്ടോവ്. 2 പേരും മാധ്യമപ്രവർത്തകരായിരുന്നു. ഇവർക്കാണ് ലഭിച്ചത്. എതിരാണ് 2021 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് മരിയ റസേ, ദിമിത്രി മുറട്ടോവ്. ഈ 2 പേർക്കാണ് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. ഇനിയിപ്പോൾ 6ാമത്തെ വിഭാഗമാണ് സാമ്പത്തിക ശാസ്ത്രത്തിലെ നൊബേൽ സമ്മാനം. അത് ലഭിച്ചത് 3 വ്യക്തികൾക്കാണ്. ഡേവിഡ് കാർഡ്, ജോഷുവ ആംഗ്രിസ്റ്റ്, ഗൈഡോ ഇംബൻസ്. ആരൊക്കെയാണ്? ഡേവിഡ് കാർഡ്, ജോഷുവ ആംഗ്രിസ്റ്റ്, ഗൈഡോ ഇംബൻസ്. ഇതിൽ ഡേവിഡ് കാർഡിന് ലേബർ എക്കണോമിക്സിനും ജോഷുവ ആംഗ്രിസ്റ്റ്, ഗൈഡോ ഇംബൻസ് എന്നിവർക്ക് സാമ്പത്തിക ശാസ്ത്ര ഗവേഷണത്തിനുള്ള മാർഗം ആവിഷ്കരിച്ചതിനുമാണ് നൊബേൽ സമ്മാനം ലഭിച്ചത്. ഇനി നമുക്ക് ഈ പേരുകൾ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കാം. എത്ര വട്ടം കേട്ടാലും ഓർമ്മയിൽ നിൽക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഒന്നുകൂടി നോക്കാം. ഫിസിക്സിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് സിക്കൂറോ മനാബെ, ക്ലോസ് ഹാസൽമാൻ, ജോർജിയോ പരീസി. കെമിസ്ട്രിയിലുള്ളത് ലഭിച്ചത് ബെഞ്ചമിൻ ലിസ്റ്റ്, ഡേവിഡ് മക്മില്ലൻ എന്നിവർക്ക്. വൈദ്യശാസ്ത്രത്തിന് ലഭിച്ചത് ഡേവിഡ് ജൂലിയസ്, ആർഡം പാറ്റപൗട്ടിയൻ എന്നിവർക്ക്. സാഹിത്യത്തിൽ അബ്ദുൾ റസാഖ് ഗുർണയ്ക്ക്. സമാധാനത്തിന് മരിയ റസേ, ദിമിത്രി മുറട്ടോവ് എന്നിവർക്ക്. സാമ്പത്തിക ശാസ്ത്രത്തിന് ഡേവിഡ് കാർഡ്, ജോഷുവ ആംഗ്രിസ്റ്റ്, ഗൈഡോ ഇംബൻസ്. ഇത്രയും പേർക്കാണ് 2021 നൊബേൽ സമ്മാനങ്ങൾ ലഭിച്ചത്. ഇനി നമുക്ക് 2020 നൊബേൽ സമ്മാനങ്ങളെക്കുറിച്ച് നോക്കാം. മുൻ പരീക്ഷകളിൽ വന്നിട്ടുള്ളത് 2020 നൊബേൽ സമ്മാനങ്ങളെക്കുറിച്ചാണ്. എന്നാലും കുറച്ചും കൂടി സാധ്യത നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2021 വരാൻ സാധ്യത കൂടുതൽ ഇപ്പോഴത്തെ പരീക്ഷകളിൽ. കാരണം ഇതുവരെ പരീക്ഷയ്ക്ക് അത് ചോദിച്ചിട്ടില്ല, വന്നിട്ട് ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളൂ. അപ്പോൾ അതിനാണ് സാധ്യത കൂടുതൽ. എന്തായാലും 2020 നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഞാൻ ജസ്റ്റ് ഒരു കോഡ് ഭാഷ പോലെ വേണമെങ്കിൽ ഒന്ന് പറയാം. പക്ഷേ എത്രത്തോളം നിങ്ങൾക്ക് സ്വീകാര്യമാവുമെന്ന് അറിയില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തമായ രീതിയിൽ ഭാഷ ഉണ്ടാക്കുക. അപ്പോൾ 2020 നൊബേൽ സമ്മാനങ്ങൾ. ഫിസിക്സിൽ നൊബേൽ സമ്മാനം ലഭിച്ചത് റോജർ പെൻറോസിനും റെയിൻ ഹാർഡ് ഗെൻസലിനും ആൻഡ്രിയ ഗസ്സിനുമാണ്. ആർക്കൊക്കെയാണ്? റോജർ പെൻറോസ്, റെയിൻ ഹാർഡ് ഗെൻസൽ, ആൻഡ്രിയ ഗസ്. ഇതിൽ റോജർ പെൻറോസിന് ആപേക്ഷിക സിദ്ധാന്തം തമോഗർത്തങ്ങളുടെ രൂപവൽക്കരണത്തെ സഹായിക്കുന്നു എന്നുള്ള കണ്ടെത്തലിനാണ് നൊബേൽ സമ്മാനം 2020
ലഭിച്ചത്. ആർക്കാണ്? റോജർ പെൻറോസിന്. അപ്പോൾ ബാക്കി 2 പേർക്കോ? റെയിൻഹാർഡ് ഗെൻസലിനും ആൻഡ്രിയ ഗസ്സിനും എന്താണ്ടായത്? ക്ഷീരപഥത്തിന് നടുവിൽ അത്യുന്നത മാസ്സുള്ള തമോഗർത്തത്തിനെ കണ്ടെത്തിയതിനാണ് ഈ 2 പേർക്കും നോബൽ സമ്മാനം ലഭിച്ചത് ഫിസിക്സിൽ. അപ്പോൾ എങ്ങനെയാണ് നമുക്കത് എളുപ്പത്തിലൊന്ന് പറയാം? ഫിസിക്സിൽ റോജർ റെയിൻ വന്നു എന്ന് ഗസ് ചെയ്തു. എന്താ? 3 ആളുകളുടെയും പേരിൽ ഓരോ ഭാഗങ്ങൾ എടുത്തു. ഫിസിക്സ് ആണെന്ന് നമുക്കറിയണം. റോജർ ആദ്യത്തെ ആളാണ്, റോജർ പെൻറോസ് ആണ്. റെയിൻ വന്നു എന്ന് ഗസ് ചെയ്തു. എന്താണ്? റെയിൻഹാർഡ് ഗെൻസലും ആൻഡ്രിയ ഗസ്സും. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളൂ. ഇത് തന്നെ നോക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് എളുപ്പമുള്ള രീതിയിൽ കണ്ടെത്തുകയാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ നമുക്കിനി അടുത്ത സബ്ജക്റ്റ് നോക്കാം. കെമിസ്ട്രിയാണ്, രസതന്ത്രം. 2020 രസതന്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ച ആർക്കാണ്? ഇമ്മാനുവൽ ഷാർപെൻറ്റിയർ, ജെന്നിഫർ ഡൗന. ഈ 2 പേർക്കാണ് 2020 രസതന്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത്. ഇവർക്ക് 2 പേർക്കും ലഭിച്ചത് ജീൻ എഡിറ്റിങ്ങിനാണ് ഇമ്മാനുവൽ ഷാർപെൻറ്റിയറിനും ജെന്നിഫർ ഡൗണയ്ക്കും രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. അപ്പോൾ കെമിസ്ട്രി എന്ന് കേട്ടപ്പോൾ ഇമ്മാനുവൽ ഡൗണായി. എന്താണ് കെമിസ്ട്രി? നമ്മുടെ സബ്ജക്റ്റ്. ഇമ്മാനുവൽ ഷാർപെൻറ്റിയർ, ജെന്നിഫർ ഡൗണേന്ന് ഡൗണായി എന്നുള്ളത് അതാണ്. അപ്പോൾ കെമിസ്ട്രിയിൽ ഇമ്മാനുവൽ ഷാർപെൻറ്റിയർ, ജെന്നിഫർ ഡൗണ. അടുത്തത് എന്താണ്? വൈദ്യശാസ്ത്രമാണ്. ഫിസിയോളജി എന്ന് പറയും, അല്ലെങ്കിൽ മെഡിസിൻ എന്ന് പറയും. ഇതിലൊക്കെ നോബൽ സമ്മാനം ചോദിച്ചാലും ഇതാണ്. ഇപ്പോൾ പറയുന്നത് 2020 ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ അതിൽ ആർക്കൊക്കെയാണ് ലഭിച്ചത്? ചാൾസ് എം റൈസ് ഒരാൾ. അടുത്തത് ഹാർവി ജെ ആൾട്ടർ. മൂന്നാമത്തെ ആൾ മൈക്കിൾ ഹൗട്ടൺ. ഈ 3 പേർക്കാണ് 2020 വൈദ്യശാസ്ത്രത്തിൽ നോബൽ പ്രൈസസ് ലഭിച്ചത്. ഹെപ്പറ്റൈറ്റിസ് സി വൈറസിനെ കണ്ടെത്തിയതിനാണ് ഇവർക്ക് നോബൽ സമ്മാനം ലഭിച്ചത്. ആർക്കൊക്കെയാണ്? ചാൾസ് എം റൈസ്, ഹാർവി ജെ ആൾട്ടർ, മൈക്കിൾ ഹൗട്ടൺ. അപ്പോൾ മെഡിസിൻ്റെ കാര്യത്തിൽ വന്നപ്പോൾ റൈസ്, ഓൾട്ടർ, ഹൗട്ടൺ എന്നുള്ള ഒരു ചുരുക്കപ്പേരാണ് ഞാൻ കണ്ടെത്തുന്നത്. റൈസ്, ഓൾട്ടർ, ഹൗട്ടൺ. എന്താ? റൈസ് എവിടെ നിന്നാണ്? ചാൾസ് എം റൈസ്. ഓൾട്ടർ എവിടെ നിന്നാണ് വരുന്നത്? ഹാർവി ജെ ആൾട്ടർ. മൈക്കിൾ ഹൗട്ടൺ എന്നാണ് ഹൗട്ടൺ. 3 അവസാനത്തെ പേരുകൾ എളുപ്പമായിട്ട് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. ഓക്കെ, അടുത്തത് സാഹിത്യത്തിലെ നോബൽ സമ്മാനം, അല്ലെങ്കിൽ ലിറ്ററേച്ചറിലെ 2020 നോബൽ സമ്മാനം ആർക്കാണ് ലഭിച്ചത്? ലൂയിസ് ഗ്ലിക്കിനാണ്. ആർക്കാണ്? ലൂയിസ് ഗ്ലിക്ക്. അപ്പോൾ സാഹിത്യത്തിൽ നോബൽ സമ്മാനം ലഭിച്ചപ്പോൾ ലൂയിസ് ക്ലിക്കായി. എളുപ്പമല്ലേ? അപ്പോൾ അങ്ങനെയാണ് സാഹിത്യത്തിലെ നോബൽ സമ്മാനം 2020 ലൂയിസ് ഗ്ലിക്ക്. സമാധാനത്തിലോ? വേൾഡ് ഫുഡ് പ്രോഗ്രാമിനാണ് സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. സമാധാന നോബൽ ലഭിച്ചത് വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്. ഫുഡ് കഴിച്ചപ്പോൾ നല്ല സമാധാനമായിരുന്നു. ഓക്കെ, അപ്പോൾ സമാധാനത്തിൻ്റെ വേൾഡ് ഫുഡ് പ്രോഗ്രാം. അടുത്തത് സാമ്പത്തിക ശാസ്ത്രം. എക്കണോമിക് സയൻസിലെ എന്ന് പറഞ്ഞാലും സാമ്പത്തിക ശാസ്ത്രത്തിലെ എന്ന് പറഞ്ഞാലും ഒരേ സംഭവം തന്നെയാണ്. അപ്പോൾ 2020 സാമ്പത്തിക ശാസ്ത്രത്തിലെ നോബൽ സമ്മാനം പോൾ ആർ മിൽഗ്രോം, റോബർട്ട് ബി വിൽസൺ. ഈ 2 പേർക്കുമാണ് സാമ്പത്തിക ശാസ്ത്രത്തിലെ നോബൽ സമ്മാനം ലഭിച്ചത്. അപ്പോൾ സമ്പത്ത് ഗ്രാം ഒക്കെ ആയിട്ട് നമുക്ക് ബന്ധപ്പെടുത്താം അല്ലേ? സമ്പത്ത് ഗ്രാമിലേക്ക് ആവുന്നുള്ളത്. പക്ഷേ വിൽസൻ്റെ കാര്യം അങ്ങനെയല്ല. അത്ര സമ്പത്തില്ലാത്ത ഒരാളായിരുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് സാമ്പത്തിക ശാസ്ത്രത്തിലെ പോൾ ആർ മിൽഗ്രോമും റോബർട്ട് സി വിൽസണും ആണ്. ലേലങ്ങളെ നവീകരിച്ച സാമ്പത്തിക ശാസ്ത്രം സിദ്ധാന്തം ആവിഷ്കരിച്ചതിനാണ് ഇവർക്ക് 2 പേർക്കും സാമ്പത്തിക ശാസ്ത്രത്തിലെ നോബൽ പ്രൈസ് കിട്ടിയത്. അപ്പോൾ വ്യക്തികൾ ഒന്നുകൂടി നോക്കാം. 2020 ഫിസിക്സിൽ റോജർ പെൻറോസ്, റെയിൻഹാർഡ് ഗെൻസൽ, ആൻഡ്രിയ ഗസ്. കെമിസ്ട്രിയിൽ ഇമ്മാനുവൽ ഷാർപെൻറ്റിയർ, ജെന്നിഫർ ഡൗണ. വൈദ്യശാസ്ത്രത്തിൽ ചാൾസ് എം റൈസ്, ഹാർവി ജെ ആൾട്ടർ, മൈക്കിൾ ഹൗട്ടൺ. സാഹിത്യത്തിൽ ലൂയിസ് ഗ്ലിക്ക്. സമാധാനത്തിന് വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്. സാമ്പത്തിക ശാസ്ത്രത്തിൽ പോൾ ആർ മിൽഗ്രോം,
റോബർട്ട് സി വിൽസൺ. ഇങ്ങനെ ഇത്രയും ആൾക്കാർക്കാണ് 2020 നോബൽ സമ്മാനം ലഭിച്ചത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നോബൽ സമ്മാനങ്ങളെക്കുറിച്ച് മാത്രമായിരുന്നു. ഈ ചോദ്യങ്ങൾ ഒരിക്കലും വളവും തിരിവുമൊന്നുമായിട്ട് വരില്ല, നേരിട്ട് ചോദിക്കാം. പലതും 3 ആൾക്ക് വീതമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 4 ഓപ്ഷൻ തന്നിട്ട് ഇതിൽ ആർക്കാണ് കിട്ടാത്തത്, അല്ലെങ്കിൽ ഇതിൽ ആർക്കാണ് കിട്ടിയത്, അല്ലെങ്കിൽ ഇന്ന ആൾക്ക് ഏത് വർഷത്തിലാണ് കിട്ടിയത്, എന്ത് കാര്യത്തിനാണ് കിട്ടിയത്, ഇത്തരം ചോദ്യങ്ങൾ മാത്രമാണ് നൊബേൽ പ്രൈസിനെ കുറിച്ച് വരുള്ളൂ. ഈ ചോദ്യത്തിൻ്റെ അല്ലെങ്കിൽ പേരുകളുടെ ഒരു കാഠിന്യം കാരണം നമുക്ക് എത്ര പഠിച്ചാലും മാറിപ്പോകാനുള്ള സാധ്യതകളുമുണ്ട്. അപ്പോൾ അതിനുള്ള എളുപ്പവഴി പറഞ്ഞിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക. എല്ലാവർക്കും നല്ലതായിട്ട്. നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.